പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഈ കിടക്കുന്നത് ഒരു കാലത്തെ രാജാവായിരുന്നു. ഇത് 1957 മോഡൽ പ്ലിമത്ത് ബെലിയോഡ് വണ്ടിയാണ്. ഇപ്പോഴും 600 പെട്രോൾ എഞ്ചിന് തന്നെയാണ് നമ്മുടെ വണ്ടിയുള്ളത്. വളരെയധികം ഡീറ്റെയിൽസൊന്നും എനിക്കും കിട്ടിയിട്ടില്ല, വളരെ യാദൃശ്യമായി തന്നെ കിട്ടി. അപ്പം നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് 600 എഞ്ചിന് ഓവർ ഹെഡ് വാൽവ് പെട്രോൾ എഞ്ചിനാണ്. ഇതൊരു അമേരിക്കൻ മോഡലാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്രോം ഫിനിഷിങ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. അന്നത്തെ വണ്ടിയുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഫിനിഷിങ് സാധനങ്ങളുണ്ടായിരുന്നു. അത് ദൂരെ നിന്ന് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാനും നമുക്ക് അതിൻ്റെ ഒരു ശ്രദ്ധ ആകർഷിക്കാനും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വളരെ കുറച്ച് മാത്രമേ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളൂ. കൂടുതൽ വിദേശരായി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ബേസ് മെക്കാനിക്കൽ ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വളരെ പരിമിതമാണ്. നമുക്ക് വേറെ സർട്ടിഫിക്കേഷനും എനിക്കും കിട്ടിയില്ല. അറിയാവുന്നവർ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം അതിന് വീഡിയോയിലേക്ക് കിടക്കാം. ഇവരില്ലാതൊരു ഇത് പ്ലിമത്തിൻ്റെ ബെലിയോഡ് സവോയ് എന്ന് പറയുന്ന വാഹനമാണ്. 4 ഡോർ സെഡാൻ, 2 ഡോർ ഹാർഡ് ടോപ്പ്, 2 ഡോർ കൺവെർട്ടിബിൾ, 2 ഡോർ സ്റ്റേഷൻ വാഗൻ എന്നീ മോഡലുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള വാഹനമാണ്. 32,492 യൂണിറ്റ് ഈ വാഹനങ്ങൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. 2,896 mm വീൽ ബേസാണ് ഇതിനുള്ളത്. ഒരു ഭീമാകാരമായ വീലും കാര്യങ്ങളുമൊക്കെ വണ്ടിക്ക് ഉണ്ട്. അതുപോലെ ഇതിന് ശക്തി പകർന്നിരുന്നത് 3.8 ലിറ്റർ 6 സിലിണ്ടർ ഇൻലൈൻ പെട്രോൾ എഞ്ചിനായിരുന്നു. ഇത് 84 കിലോവാട്ട് പവർ, അതായത് 110 HP പവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന വാഹനമായിരുന്നു ഈ പ്ലിമത്ത് കാർ. ഇതിൽ വളരെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ബോഡി ക്വാളിറ്റിയാണ്. കാരണം ഇതിൻ്റെയൊക്കെ തകിടാണ് വളരെ കൂടിയ ഗേജുള്ള തകിട് വെച്ചിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത പ്ലിമത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റീലുള്ള ബാഡ്ജിങ് ഇപ്പോഴും ഇതിലുണ്ട്. വിശാലമായ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ക്രോം ഫിനിഷിങ്ങിലുള്ള ഗ്രില്ലും കാര്യങ്ങളും അതുപോലെ ആ ഒരു ബാഡ്ജിങ് അല്ലാതെ വന്നിട്ടുണ്ട്. അതുപോലെ ബമ്പറിൽ നിന്ന് തന്നെ ബമ്പർ എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്റ്റീൽ ഫിനിഷിംഗ് ആയിട്ടുള്ള ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ബമ്പറാണ് വന്നിട്ടുള്ളത്. വിശാലമായിട്ടുള്ള ഒരു വലിയ വ്യൂ കിട്ടുന്നൊരു ഹെഡ്ലൈറ്റും അതിനെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റീലിൻ്റെ ഒരു റിമ്മും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് നീണ്ടു നിൽക്കുന്നൊരു സെൻട്രൽ പോസ്റ്റിന് പകരമായിട്ടുള്ളൊരു വലിയൊരു മോണോഗ്രാം പോലൊരു ഘടകവും വാഹനത്തിൽ വന്നിട്ടുണ്ട്. വിശാലമായ വണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇനിയിപ്പം നമ്മുടെ വിൻഷീൽഡിലേക്ക് വരികയാണെങ്കിൽ ഇത് വൈപ്പ് ചെയ്യുന്ന രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. നമ്മുടെ മാർക്ക് 1 ലാൻഡ് മാസ്റ്ററൊക്കെ വന്നിരുന്ന കാലത്ത് അതിന് ഇതിൻ്റെയൊക്കെ മെക്കാനിസമാണെന്ന് പറയും. അതുപോലെ ഇതിന് ഉള്ളിലേക്ക് വായു കയറാൻ വേണ്ടി ഒരു വെൻ്റ് നമ്മുടെ ഈ ഗ്ലാസ്സിന് തൊട്ടുതാഴെ വന്നിട്ടുണ്ട്. അതുപോലെ ഗ്ലാസിൻ്റെ ഇവിടെ നിന്നാണെങ്കിൽ അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങൾ അതിൻ്റെ ഗ്ലാസ് ബീഡിങ്ങിലാണെങ്കിലും ഉണ്ട്, അതിൻ്റെ താഴെയാണെങ്കിലും വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡ് മിറർ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊരു സൈഡ് മിറർ രണ്ട് സൈഡിലും. അന്ന് എനിക്ക് തോന്നുന്നു സൈഡ് മിറർ ഉണ്ടായിരുന്നില്ല, പിന്നീട് സൈഡ് മിറർ അഡ്വാൻസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊക്കെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ബ്ലൈൻഡ് സ്പോട്ട് 0 ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. കാരണം ഇത്രയും വിശാലമായിട്ടുള്ളൊരു വിൻഷീൽഡ് ഈ വാഹനങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഈ പറഞ്ഞ വാഹനങ്ങൾക്കൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് നമുക്ക് ഒരു ഭാഗമൊക്കെ മറിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വാഹനം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിശാലമായൊരു ഭാഗം തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ വണ്ടിയുള്ളത്. അതുപോലെ ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്ന വളരെ കുഞ്ഞൊരു ക്വാർട്ടർ ഗ്ലാസ്സാണ് വണ്ടിക്കുള്ളത്. ഓരോ സ്ക്വയറായിട്ടുള്ള ടിൻഡഡ് ഗ്ലാസ് ഉണ്ട് വണ്ടിക്കുള്ളത്. അതുപോലെ ഈ ഗ്ലാസിൻ്റെ പാത്തിത ബീഡിങ്ങിൻ്റെ അതിലേക്ക് കൊടുക്കുന്നു ഒരു ടിൻഡഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ കട്ടിയൊരു
ഡോർ ലോക്കാണ്, ഹാൻഡിലാണ് നമുക്ക് ഇതിനുള്ളത്. അതുപോലെ ഇതിന് ഇവിടെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ലോക്കും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. ഇനി മറ്റു വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായി പറയാനുള്ളത്, ഇവിടെ ഒരു ഗ്ലാസ് ബില്ലിങ്ങിൽ കൂടെ തന്നെ ഒരു അലുമിനിയം സ്ട്രിപ്പ്, ഒരു സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് ഇതിലേക്ക് കടന്നു പോയിട്ടുള്ളത്. നമ്മുടെ വണ്ടി ഫുൾ വിൻഷീൽഡും ഈ ഷീൽഡും എല്ലാം കവർ ചെയ്ത് വരുന്നതാണ്. ഇനിയുള്ളത് കണ്ട് നമ്മുടെ വീലാർസിൻ്റെ ടോപ്പിൽ കൂടെ എല്ലാ വാഹനങ്ങൾക്കും ഉള്ളതിൽ വ്യത്യസ്തമായി വലിയ ഒരു സ്ട്രിപ്പാണ്. ഒരു അലുമിനിയത്തിൻ്റെ ഒരു ബീഡിങ് ടൈപ്പാണ്. അലുമിനിയം വണ്ടി ഇതൊക്കെ ഒറിജിനൽ സ്റ്റീൽ തന്നെയാണ്, സ്റ്റീൽ ബീഡിങ് ടൈപ്പാണ്. അതുപോലെ അത് വന്ന് നേരെ ഡോറിൻ്റെ അടി നേരെ റണ്ണിങ് ബോർഡിലോട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതിൽ ബിലീവ്ഡർ എന്ന് പറയുന്ന അതിൻ്റെ കമ്പനി വന്നിട്ടുണ്ട്. പഞ്ചിങ്ങും ബാഡ്ജിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ ബൈക്കിലേക്കാണെങ്കിൽ ഇതൊക്കെ നല്ല കട്ടിയുള്ള പേരാണ്. ഞങ്ങൾക്ക് നല്ല കട്ടിയാണ് അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ. നല്ല വെയിറ്റാണ് വണ്ടി. ടോട്ടലിൽ തന്നെ വണ്ടി വളരെ വെയിറ്റ് കൂടിയൊരു വാഹനമാണ്. അതുപോലെ നമുക്കിനി ഡോർ ഓപ്പൺ ചെയ്യാം. നോക്കി നമ്മളിങ്ങനെ ഇതിലേക്ക് ഇതിൻ്റെ ഭാഗം കയറിപ്പോകുമ്പോൾ ഡോർ ഓപ്പൺ ആവുന്നു. വിശാലമായൊരു ഫുഡ് സ്പേസും കാര്യങ്ങളും ആണ് വണ്ടിയുടെ ഇൻറ്റീരിയറിലുള്ളത്. ബെഞ്ച് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ. ബെഞ്ച് സീറ്റാണ് വണ്ടിക്ക് ഉള്ളത്. അതുപോലെ ഒരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ AC ഇല്ല, ഒരു ഡാഷ്. ഇതും നിലവിൽ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒത്തിരിയേറെ സ്റ്റീലിൻ്റെ സ്പെക്കുകളും കാര്യങ്ങളും ഒക്കെ വണ്ടിക്കുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാം. പ്ലാറ്റ്ഫോം ഗിയറാണ്, നല്ല രീതിയിൽ മാറ്റമൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ സൈഡിലൊരു ഒറിജിനൽ കമ്പനി ബാഡ്ജിങ് ഉണ്ട്. ഇഞ്ചസും കാര്യങ്ങളും ഡോറും ഒക്കെ ആയിക്കോട്ടെ എല്ലാം ഒറിജിനൽ തന്നെയാണ്. അതുപോലെ ഇതെല്ലാം വളരെ കട്ടിയുള്ള വളരെ ഹാർഡാണ്. പക്ഷേ ഇൻറ്റീരിയറൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലാസിക് ടൈപ്പ് നല്ല ഗംഭീരമായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോർ പാഡും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഡോർ ലോക്കും ഗ്ലാസ് നൈറ്റും ലോക്കൊക്കെ വളരെ വ്യത്യസ്തമായ ലോക്കാണ് വണ്ടിക്കുള്ളത്. അതുപോലെ ഈ ഗ്ലാസിന് ടോപ്പിലേക്ക് വരുമ്പോൾ അവിടെയും വേറൊരു ബീഡിങ്ങും ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റീലും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നതാണ്. പിന്നെ അത് കളർ ചേഞ്ച് ചെയ്തതാണ്. നമുക്ക് നിന്ന് അടച്ചിട്ട് ഇതിൻ്റെ ബാക്കിലാണെങ്കിലും ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പല്ല. ഒന്നും പവർ വിൻഡോ കാര്യങ്ങളൊന്നുമല്ല, മാനുവലാണ്. പക്ഷേ ഇതിൻ്റെ ബൈക്കിലാണെങ്കിലും വിശാലമായിട്ട് ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളും അതുപോലെ ഫുഡ് സ്പേസും ഒക്കെയാണ്. അതുപോലെ ഒരു ട്രേയും കാര്യങ്ങളൊക്കെ ഒരു ആഷ്ട്രേ പോലെയാണ് തോന്നുന്നത്. സീറ്റിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അതുപോലെ ടോപ്പിലൊക്കെ ആയിക്കോട്ടെ ഒരു സൺഷെയ്ഡും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതുപോലെ ടോപ്പിലൊരു ലൈറ്റും ഇൻറ്റീരിയറൊക്കെ ആയിക്കോട്ടെ വളരെ നല്ല ഗംഭീരമായ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പ്ലിമത്ത് കാറാണ്. അതിൻ്റെ ഒരു ലോക്കും കാര്യങ്ങളും ഒക്കെ വാഹനത്തിലുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വീതി കാണുമ്പോഴേ നമുക്കറിയാം എത്രത്തോളം കനത്തിലാണ്, എത്രത്തോളം കട്ടിയാണ് ഇതിന് ഡോറിനൊക്കെ ഉള്ളത്. ഡബിൾ കളർ ഡബിൾ ഷെയ്ഡിലാണ് വണ്ടിയുള്ളത്. നമുക്കിനിയിപ്പോൾ ഈ ഡോറ് വളരെ നിസ്സാരമായി തന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഡോറും കാര്യങ്ങളൊക്കെയാണ്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫിൻറ്റയിൽ വരുമ്പോൾ ഒരു എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നൊരു എൻഡിലേക്ക് ഒരു ടെയിലിൻ്റെ പോലെ വരുന്നുണ്ട്. അതിൽ ബാക്കിൽ സവോയി എന്ന് വരുന്നൊരു എഴുത്ത് വരുന്നുണ്ട്. ആ സ്ട്രിപ്പ് നമുക്ക് ഡോറിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലും തുടങ്ങി ബിലീവ്ഡ് എന്നുള്ള പോർഷൻ കഴിഞ്ഞ് ടെയിലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു വലിയൊരു പോയിൻ്റോട് കൂടിയുള്ളൊരു ടെയിൽ ലൈറ്റ് നമ്മുടെ വണ്ടിക്കുണ്ട്. ഇതൊക്കെ ഒറിജിനൽ സ്റ്റോക്കാണ്. അതുപോലെ ബാക്കിലൊരു പാർക്ക് ലൈറ്റിൻ്റെയും സെറ്റപ്പുണ്ട്. അതുപോലെ വീതിയേറിയ ബമ്പർ. ഈ ബമ്പറിലാണെങ്കിൽ പോലും എന്തൊക്കെയോ പ്രൊജക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് ഇത് മാറിയിട്ടുണ്ട്. വിശാലമായൊരു ഡിക്കിയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഡിക്കിയിലാണെങ്കിൽ പോലും പ്ലിമത്തിൻ്റെ ഒരു വലിയ ബാഡ്ജിങ്ങും ഒറിജിനൽ ബാഡ്ജിങ്ങും ഒക്കെ ഉണ്ട്. വിശാലമായ ബൈക്കിലാണെങ്കിൽ പോലും വിശാലമായിട്ടുള്ള ഒരു ബാക്ക് ഗ്ലാസ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ലിഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വലിയ ഏകദേശം ഒരു 15 ഇഞ്ച് 16 ഇഞ്ചിന് മേലുള്ളൊരു ടയറാണ് വണ്ടിക്കുള്ള. അതിൽ നല്ലൊരു വീൽ കപ്പും കാര്യങ്ങളും വൈറ്റ് വോൾ ടയേഴ്സാണ് ഉള്ളത്. പിന്നീട് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. ലോക്കുകൾക്കാണെങ്കിൽ പോലും ഒരു
ലോക്കിൻ്റെ മേളിലാണ് ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു കവറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിക്ക് ദൂരെ നിന്ന് കാണുമ്പോഴൊരു നല്ലൊരു രാജകീയ റോയൽ ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് ക്വാർട്ടർ ഗ്ലാസ്സാണ്. ഇതുപോലെ ഇവിടെ ഇതൊരു ഓട്ടോമാറ്റിക് ആൻറ്റിനയാണിത്, മോട്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റിന ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ട് വീലിലാണെങ്കിൽ പോലും വലിയൊരു മഡ്ഗാർഡും വലിയ ഫ്രണ്ട് വീലും കാര്യങ്ങളും ഒക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും പ്ലിമത്ത് എന്ന് പറയുന്ന ഒറിജിനൽ ബാഡ്ജിങ്ങോട് കൂടിയുള്ള ഒറിജിനലായിട്ടുള്ള സ്റ്റോക്ക് കണ്ടീഷനുള്ളൊരു സ്റ്റിയറിംഗ് വീലുണ്ട്. അതിനൊരു ഹോൺ റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. മീറ്റിംഗ് 120 km/h മാക്സിമം സ്പീഡ്. ഒരു ടാങ്കിൻ്റെ മീറ്റർ ഉണ്ട്, പിന്നെ ഒരു ആംബിയർ, ഒരു 50 ആംബിയറിൻ്റെ മുകളിൽ കാണിക്കുന്നൊരു മീറ്റർ, താക്കോലിടാൻ വേണ്ടിയുള്ളൊരു താക്കോലിൻ്റെ ഒരു ഭാഗമുണ്ട്. അതുപോലെ മറ്റ് വിൻഷീൽഡൊക്കെ വൈപ്പർ വർക്ക് ചെയ്യുന്നതിൻ്റെ നോബാണ് ഇതായി കാണുന്നത്. ഇത് ഹാൻഡ് ഗിയർ ആയിരുന്നു, പിന്നീട് പ്ലാറ്റ്ഫോം ഗിയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റേഡിയോയും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഓരോ നോബയിലും എന്തൊക്കെയാണ് അതിൻ്റെ. ഇപ്പം ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റ് എന്നുള്ളൊരു ഫോക്കസ് ആവുന്ന സംശയമുണ്ട്. ലൈറ്റ് എന്ന് പറയുന്നൊരു എഴുത്ത്, അതുപോലെ ഇത് നോബലാണ്, വൈപ്പർ കാര്യങ്ങൾ ഒക്കെയുണ്ട്. ഇത്രയൊക്കെയാണ് വിശാലമായിട്ടുള്ള ഈ വലിയ വണ്ടി. ഇതിൻ്റെ അകമാണെങ്കിൽ പോലും വിശാലമായ മുറിക്ക് സമാനമായ രീതിയിലാണ് ഈ വണ്ടി ഉള്ളത്. ഇപ്പോഴും നിലവിൽ പെട്രോൾ എൻജിൻ തന്നെയാണ് ഇത് ഉള്ളത്. അതുപോലെ ഒരു നോബും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. കാരണം ഇത്രയും പഴയ വണ്ടിയൊക്കെ ആയതുകൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ ഇന്നത്തേന് വരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റണ്ണിങ് ബോർഡ് ആയിക്കോട്ടെ എല്ലാം നല്ല ഗംഭീരമാണ്. നല്ല രീതിയിൽ ഒറിജിനൽ ലെതർ കൊണ്ടുള്ള മാറ്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ വണ്ടിക്ക് ഉള്ളത്. ഇന്ന് നമ്മുടെ റോഡ് കേരളത്തിലൊക്കെ വളരെ അപൂർവമായിട്ട് ഇത് ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ പണത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ. താക്കോലിട്ട് തിരിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് അതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻജിൻ റൂം കാണിക്കാറ്. പക്ഷേ 6 സിലിണ്ടർ എൻജിൻ തന്നെയാണ് ഇതിനുള്ളത്. ഇത് ഞാൻ കാണുകയുണ്ടായപ്പം സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞില്ല. കാരണം വണ്ടി റോഡിൽ കൂടെ ഓടിപ്പോകുന്നു, പക്ഷേ വണ്ടിക്ക് ശബ്ദം 0 സൗണ്ട് എന്ന് തന്നെ നമുക്ക് വിശേഷിക്കാം. കാരണം ഇത്രയും വലിയ വണ്ടിക്ക് തീർത്തും സൗണ്ട് ഇല്ലാത്ത ഒറിജിനൽ പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ ഈ പ്ലിമത്ത് കാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോൾ ഏകദേശം ഒരു 6-7 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടി എത്രത്തോളം ഭീമാകാരനാകുമ്പം അത്രത്തോളം ശക്തിയേറിയ എഞ്ചിൻ വരുമ്പോൾ മൈലേജ് സ്വാഭാവികമായിട്ടും കുറയും. പക്ഷേ വളരെ ഗംഭീരമായിട്ടുള്ള അതീവ യാത്ര സുഖം പ്രദാനം ചെയ്യുന്നൊരു പ്ലിമത്ത് കാറാണിത്. നമ്മുടെ വീഡിയോ നമ്മളിതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വിശദമായിട്ടൊന്നും നമുക്ക് പറഞ്ഞുതരാൻ സാധിച്ചില്ല. പക്ഷേ ഇത് കിട്ടിയപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതും കണ്ടിട്ടില്ലോ ആരും. കാണുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം അപൂർവങ്ങളായിട്ട് ഫോട്ടോയിലൊക്കെ കാണുന്നതിലുപരി ഇതൊക്കെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകമായിട്ടൊരു ഫീലാണ് ഉള്ളത്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരിയേറെ പോരായ്മകളുണ്ട്. കാരണം ഇതിന് മെക്കാനിക്കൽ പരമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമുക്ക് ലഭ്യമല്ലാത്തതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. കാരണം വളരെ റെയറായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും സേഫായിരിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയുന്നു. നിർത്തുകയാണ്. ഓക്കെ, ബൈ.